ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതിയ ഒരു കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കരടിയുടെ അത്യാഗ്രഹത്തിന് കിട്ടിയ ശിക്ഷയുടെ കഥയാണ് കേട്ടോ. പണ്ട് ഒരു കാട്ടിൽ ഒരു കരടി ഉണ്ടായിരുന്നു. ആ കരടി എന്താണെന്ന് വിചാരിച്ചാൽ അവന് തേനെന്ന് വിചാരിച്ചാൽ ഭയങ്കര കൊതിയാണ്. മറ്റു ഭക്ഷണങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. എവിടുന്ന് തേൻ കിട്ടും എന്ന് വിചാരിച്ച് രാവിലെ മുതൽ ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അതുപോലെ രാവിലെ അവൻ തീറ്റ തേടി ഇങ്ങനെ നടക്കുകയായിരുന്നു കാട്ടിക്കൂടെ. അപ്പോൾ തേൻ മാത്രം അവന് കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ തേൻ മാത്രം അന്വേഷിച്ച് നടക്കണുള്ളൂ, വേറെ തീറ്റയൊന്നും അവൻ നോക്കണില്ല. അപ്പോൾ അങ്ങനെ നടന്ന് ഉച്ചയാവാറായിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവനിങ്ങനെ ആകെ വിശക്കണുണ്ട്, ഒന്നും തിന്നാനും കിട്ടിയിട്ടില്ല. അപ്പോൾ അവനെ വിചാരിച്ചു ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇങ്ങനെ മലർന്ന് ഇങ്ങനെ കിടക്കും മുകളിലേക്ക് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ അപ്പോഴാണ് അവൻ ഈ മരത്തിൻ്റെ മുകളിൽ വലിയൊരു തേനീച്ചക്കൂട് ഇങ്ങനെ ഞാന്ന് കൊടുക്കണം. വലിയ തേനീച്ചക്കൂട് കേട്ടോ അത്. അപ്പോൾ അവിടെ ഇങ്ങനെ തേനീച്ചകൾ ഓരോന്ന് പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അവനത് കണ്ടപ്പോൾ കൊതിയായി. ഹായ്, എന്തു വലിയ തേനീച്ചക്കൂട്, ഇതിൽ ഒരുപാട് തേനുണ്ടാവും, കുറച്ച് കിട്ടാൻ എന്താ വഴിയെന്ന് വിചാരിക്കും. അപ്പോൾ മരത്തിൻ്റെ ഇത്തിരി വലിയ കൊമ്പും ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അവന് വിചാരിക്കും എങ്ങനെയെങ്കിലും പൊത്തി പിടിച്ചൊന്ന് കയറി കുറച്ചെങ്കിലും കിട്ടുമോ നോക്കാം. അങ്ങനെ വിചാരിച്ച് അവൻ ആ മരത്തുമ്പോൾ അങ്ങനെ കയറി മുകളിലേക്ക് എത്തിയിട്ട് അവനൊരു കൊമ്പും ഇരുന്നിട്ട് അത് പതുക്കെ അങ്ങനെ പിടിക്കാൻ നോക്കും. അപ്പോൾ അവനെ എത്തണില്ല. അപ്പോൾ ഈ തേനീച്ചകൾ വേറെ സ്ഥലത്തു നിന്നൊക്കെ തേൻ ശേഖരിക്കാൻ പോയിട്ട് അവരുടെ കൂടിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ വന്നപ്പോൾ ഈ കരടി അവരുടെ കൂട് പിടിച്ച് വലിക്കാൻ നോക്കണതാണ് കണ്ടത്. അപ്പോൾ ഈ തേനീച്ചകളൊക്കെ കൂട്ടിലേക്ക് ചെല്ലും. കൂട്ടിലേക്ക് ചെന്നിട്ട് അവിടെ റാണി തേനീച്ച ഉണ്ടായിരുന്നു. റാണി തേനീച്ചയോട് പറയും, റാണിയമ്മേ, നമ്മുടെ കൂട് ഒരു കരടി പിടിച്ച് വലിച്ച് നിലത്തിടാൻ നോക്കണു, നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണോ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തേനീച്ച റാണി പുറത്തേക്ക് വരും. അപ്പോൾ ഒരു കരടി കയ്യെത്തിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ റാണി ചോദിക്കും, എടാ കരടി, നിനക്ക് എന്താ വേണ്ടത്, നീ എന്തിനാ ഞങ്ങളുടെ കൂട് പിടിച്ച് വലിക്കാൻ നോക്കണത് എന്ന് പറയും. അപ്പോൾ പറയും, റാണിയമ്മേ, എനിക്ക് തേൻ്റെ മണം കേട്ടൊരു കൊതിയായി, അതുകൊണ്ടാണ് കുറച്ച് തേൻ കിട്ടുമോയെന്നറിയാനാണ് ഞാൻ വന്നേന്ന് പറയും. അപ്പോൾ പറയും, കൊതിയാവുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നിനക്ക് തരാം, ഞങ്ങളങ്ങനെ തേൻ ആർക്കും കൊടുക്കാറൊന്നുമില്ല, എന്നാലും പിന്നെ നിനക്ക് കൊതിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തരാം, അത് കുടിച്ചിട്ട് വേഗം പോയിക്കോളോട്ടോ എന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറയും. എന്നിട്ട് തേനീച്ച റാണി അകത്ത് പോയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് തേൻ എടുത്തു കൊണ്ടുവന്ന് കരടിക്ക് കൊടുക്കും. കരടി അത് കുടിക്കും. എന്നിട്ട് അവൻ ചുണ്ടൊക്കെ നക്കും. ഹായ്, എന്തൊരു സ്വാദ്, അങ്ങനെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നക്കി കുടിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ റാണിയമ്മ പറയും, ഇനി ഇവിടെ ഇരിക്കേണ്ട, വേഗം പോയിക്കോ എന്ന് പറയും. അപ്പോൾ ശരിയെന്ന് വേണ്ട. അപ്പോൾ അവൻ മരത്തുമെന്ന് ഇറങ്ങും കേട്ടോ. മരത്തുമെന്ന് ഇറങ്ങി അവൻ അവിടെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കും. അപ്പോൾ അവനിങ്ങനെ തേനൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നന്നായി ഉറക്കം വന്നു. അതിൻ്റെ ക്ഷീണത്തിൽ അവൻ അവിടെ കിടന്ന് കുറേ നേരം ഉറങ്ങി പിന്നെ എണീക്കുമ്പോൾ സന്ധ്യാവാറും. അപ്പോൾ അങ്ങനെ അവൻ വിചാരിക്കും, വീണ്ടും വിശന്നു തുടങ്ങി, ഇനി എവിടുന്ന് ഭക്ഷണം ശേഖരിക്കാൻ പോകാനൊന്നും സമയമില്ല, ഇരുട്ടാവാറായി തുടങ്ങി. അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിക്കും. അവൻ മരത്തിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കും. കുറച്ചും കൂടി തേൻ കിട്ടിയെങ്കിൽ നന്നായിരുന്നു, എന്തൊരു സ്വാദ്, വായെന്ന് ഇതുവരെ അപ്പോൾ കുടിച്ച തേൻ്റെ സ്വാദ് പോയിട്ടില്ല. അങ്ങനെ അവൻ കൊതിയോടെ വീണ്ടും മരത്തുമ്പിലേക്ക് തന്നെ കയറും, കുറച്ചും കൂടി കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവൻ കയറി കയ്യെത്തിച്ച് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് കുറച്ചിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ കടിക്കുകയായിരുന്നു. അപ്പോൾ ആ തേനീച്ചക്കൂടിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പകലായിരുന്നപ്പോൾ എല്ലാ തേനീച്ചകളും തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ദൂരസ്ഥലങ്ങളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാത്രിയായില്ലേ, അപ്പോൾ എല്ലാവരും തീറ്റ തടലൊക്കെ കഴിഞ്ഞ് തേൻ ശേഖരിക്കലൊക്കെ കഴിഞ്ഞ് കൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട് ഈ കരടി ആക്രമിക്കണം കണ്ടപ്പോൾ ഇവർക്കെല്ലാം ദേഷ്യം വന്നു. ഇവർ ഈ തേനീച്ചകളെല്ലാം കൂടിയിട്ട് കൂട്ടായിട്ട് വന്ന് കരടീനെ കൊത്തും, കണ്ണിലും മൂക്കിലും എല്ലായിടത്തും കൊത്തും. അപ്പോൾ കരടി അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് പെട്ടെന്ന് മരത്തുമെന്ന് പിടിവിട്ട് നിലത്തേക്ക് വീഴും. അവൻ അവിടെ വീണ് കിടന്നിട്ട് ഉറക്കെ കരയും. വീഴ്ചയിൽ അവൻ്റെ നട്ടെല്ലും കയ്യും കാലും മുടിയും ഒക്കെ കുറേ എല്ലുകളൊക്കെ പൊട്ടി. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറക്കെ കരയും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ ഒരു പാവം പിടിച്ചൊരു മുയലമ്മ വരും. അപ്പോൾ അവൾ പാവമാണ് കേട്ടോ. അപ്പോൾ അവൾ ഈ കരടി ഇവിടെ കിടന്ന് കരയണണ്ടിട്ട് ചോദിക്കും, അയ്യോ കരടി ചേട്ടന് എന്ത് പറ്റി ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണു, കുറച്ച് തേൻ കിട്ടുമോ നോക്കാൻ വേണ്ടി കയറിയതാ, അപ്പോൾ കുറേ തേനീച്ചകളൊക്കെ എന്നെ പിടിച്ച് കടിച്ചു, ഞാനപ്പോൾ മരത്തുമെന്ന് പിടിവിട്ട് താഴെ വീണു, എൻ്റെ കയ്യും കാലമൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെന്നുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല എന്ന് പറയും.
അപ്പോൾ മുയലമ്മയ്ക്ക് പാവം തോന്നും കേട്ടോ. അപ്പോൾ പറയും, നിനക്ക് അവരിത് കുടിക്കാൻ തന്നതല്ലേ, പിന്നെ നീ എന്തിനാ അത്യാഗ്രഹം കാട്ടി നീ ഈ കൊമ്പുമേലേക്ക് കയറി വീണ്ടും അവരെ ആക്രമിക്കാൻ ചെന്നത്? അതുകൊണ്ടല്ലേ നിന്നെ അവർ എല്ലാവരും കൂടി ആക്രമിച്ചത്. അവർ എത്ര സ്ഥലത്തുനിന്ന് കഷ്ടപ്പെട്ട് ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി തേനീച്ചകൾ കൊണ്ടുവന്ന് ശേഖരിക്കണ തേന, അതൊക്കെ അങ്ങനെ അവരെ ആക്രമിച്ച് കട്ടുകുടിക്കാൻ പാടുണ്ടോ ചോദിക്കും. അതുകൊണ്ടല്ലേ നിന്നെ എല്ലാവരും കൂടി ആക്രമിച്ച് നീ ഇപ്പോൾ മരത്തുമെന്ന് വീണ് ഇവിടെ ഇങ്ങനെ കിടക്കാറായത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പോവുകയെന്ന് പറയും. അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് നിന്റെ വീട്ടിലെത്തിക്കാനും പറ്റില്ല, നീ വലിയ കരടിയല്ലേ, എനിക്ക് നിന്നെ പൊന്തില്ല. ഞാൻ വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാട്ടോ നിന്റെ വീട്ടിലേക്ക് ആക്കാൻ പറയാൻ. നീ അവിടെ കിടന്നു, അല്ലാണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മുയലങ്ങനെ മുയലിൻ്റെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് മുയൽ വഴിയിൽ കണ്ട ഓരോരുത്തരോടൊക്കെ പറയും, അവിടെ ഒരു കരടിച്ചേട്ടൻ വീണ് കിടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒന്ന് എല്ലാവരും കൂടി അവൻ്റെ വീട്ടിലേക്ക് എത്തിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആരും പോവില്ല. അപ്പോൾ എല്ലാവരും പറയും, അവൻ്റെ അത്യാഗ്രഹം കാരണമല്ലേ അവനിങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്, അവൻ അവിടെ കിടക്കട്ടെ, അവൻ്റെ വയ്യായ മാറുമ്പോൾ അവൻ തന്നെ എൻ്റെ പൊക്കോളും. പിറ്റേ ദിവസമായിട്ടും കരടീനെ രക്ഷിക്കാൻ ആരും വരില്ല, അവനെ എനിക്കാൻ വയ്യാണ്ട് അവിടെ തന്നെ കിടക്കുക. അപ്പോൾ അവന് തോന്നും, തേനീച്ചകളെ ആക്രമിച്ച് തേൻ കട്ടു കുടിക്കണ്ടായിരുന്നു. ഒരു പ്രാവശ്യം തേനീച്ചറാണി എനിക്ക് മനസ്സറിഞ്ഞ് തേൻ കുടിക്കാൻ തന്നതാ, പിന്നെയും അവരെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, തെറ്റ് പറ്റിപ്പോയി, ഇനി എല്ലാം സഹിക്കുക തന്നെ. അങ്ങനെ വിചാരിച്ചിട്ട് ഈ കരടി അവിടെ കണ്ണടച്ച് കിടക്കും. പിന്നെ അവന് വെറ്റുങ്ങളോട് ദേഷ്യമൊന്നും തോന്നില്ല. ഞാൻ അവരെ ഉപദ്രവിച്ചുകൊണ്ടാണ് എനിക്ക് തേനീച്ചകൾ ഇങ്ങനെ ഒരു ശിക്ഷ തന്നേന്ന് അവന് ബോധ്യപ്പെട്ടു കരടിക്ക്. അപ്പോൾ അവൻ അങ്ങനെ ഓർത്ത് അവിടെ കിടന്ന് കരയും, അവിടെ കിടക്കും. അവൻ്റെ വയ്യായ മാറുമ്പോൾ അവൻ പിന്നെ തന്നെ എണീറ്റ് പോവും. പിന്നെ അങ്ങനെ തേനീച്ചകളെ ഉപദ്രവിക്കാനോ തേൻ കട്ടുകുടിക്കാനോ പിന്നീട് അവനൊന്നും ശ്രമിച്ചിട്ടില്ല. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ചെറിയ കഥയായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ അടുത്ത ബുധനാഴ്ച വരാം. അതുവരെ ടാറ്റ, ബൈ ബൈ.